എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന OnePlus 12T കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഒരു ഫോൺ ഇറങ്ങിയായിരുന്നു, OnePlus Ace 3 Pro എന്നൊരു ഫോൺ. അതിന്റെ റീബ്രാൻഡ് വെർഷനാണ് ഇന്ത്യയിൽ OnePlus 12T ആയിട്ട് വരുന്നത്. സോ ഈ സ്മാർട്ട് ഫോൺ എന്നാണ് ലോഞ്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ സ്മാർട്ട് ഫോണാണ് ശരിക്കും OnePlus 12T ആയിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓൾ ഡിസൈനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 9 mm ആണ് തിക്നെസ് വരുന്നത്. 212 gram വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് വേരിയന്റ് ആണെങ്കിൽ ബാക്കിൽ ഗ്ലാസ് വരുന്നതിന് 212 gram വെയിറ്റ് ആണ് വരുന്നത്. പിന്നെ സെറാമിക് ആണെങ്കിൽ 225 gram വരുന്നുണ്ട്. മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. IP65 റേറ്റിംഗ് ആണ്. ഇതിന്റെ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, OnePlus 12ന്റെ സെയിം ഡിസൈനൊക്കെയാണ് പുറകിൽ വരുന്നത്. സോ അടിപൊളിയാണ്, ലുക്സ് ഒക്കെ അടിപൊളിയാണ്. ഒരു OnePlus ആണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് 1.5K 120 Hz 10-bit LTPO AMOLED പാനലാണ്. ഇത് BOEയുടെ 80 എന്ന് പറഞ്ഞൊരു പാനലാണ് വരുന്നത്. 1600 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 4500 nits മാക്സിമം. HDR 10+ ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ വരിക. സോ ഡിസ്പ്ലേക്ക് എന്തൊക്കെ ഫീച്ചർ വേണോ അതൊക്കെ OnePlus കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ അടിപൊളിയാണ്. ഇതിനുള്ള ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. എന്നാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. പെർഫോമൻസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോപ്പ് ഓഫ് ദി ലൈൻ ഫ്ലാഗ്ഷിപ്പ് ആണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത്. ഇതിന്റെ സ്പെക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ Adreno 750 ആണ് GPU വരുന്നത്. LPDDR4X RAM, UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സപ്പോർട്ട് ഇല്ല. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് പിക്സൽ വർക്കിന്റെ X7 Gen 2 എന്ന് പറഞ്ഞൊരു കോ പ്രോസർ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫ്രെയിം ഇന്റർപോലേഷനും അപ്പ് സ്കെയിലിങ്ങിനൊക്കെ വേണ്ടിയാണ്. സോ അത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു 60 FPS ഗെയിം ആണെങ്കിൽ നമുക്ക് 120 FPS ആയിട്ട് ഫ്രെയിം ഇന്റർപോലേറ്റ് കളിക്കാൻ പറ്റും. പിന്നെ GPUന് അത്രയും ലോഡ് വരത്തില്ല. സോ പെർഫോമൻസും ടോപ്പ് നോച്ച് ആയിരിക്കും. സോ നമ്മുടെ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 20,69,649 CPU ആണെങ്കിൽ 4,49,472, GPU 8,44,144. ഇനി പ്രോസറിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡേ ടു ഡേ ടാസ്ക് കാര്യം എന്തായാലും അടിപൊളിയായിരിക്കും. ഇനി ഓസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ OxygenOS 14 ആയിരിക്കും വരിക. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് 4 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൈമറി ആയിട്ടൊരു 50 MP f1.8 ആപ്പച്ചർ വരുന്ന സോണി IMX 890 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആയിരിക്കും മാക്സിമം വരിക. പിന്നെ സെക്കൻഡറി ആയിട്ടൊരു 8 MP f2.8 അൾട്രാ വൈഡ് വരുന്നുണ്ട്. 1080p 30 FPS 2 MP മാക്രോ ആണ് വരുന്നത്. പിന്നെ നമുക്ക് സെൽഫി ആയിട്ട് 16 MP f2.4 ആപ്പച്ചർ വരുന്ന സെൽഫി ക്യാമറ 1080p 30 FPS. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം പ്രൈമറി സെൻസർ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറെ സെൻസർ ഇല്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കൊക്കെ 8 MP അൾട്രാ വൈഡ് കൊടുക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഈ ഇത്രയും പ്രൈസിലുള്ള ഫോണിന് ശരിക്കും പറഞ്ഞാൽ ഒരു 12 MP അൾട്രാ വൈഡും പിന്നെ ഒരു 13 MP 16 MP അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോട്ടോ ലെൻസോ 3x ടെലിഫോട്ടോ ലെൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയാണ് നമുക്ക്. ഇപ്പോൾ അൾട്രാ വൈഡ് ഉപയോഗിക്കണമെങ്കിൽ അൾട്രാ വൈഡ് ഉപയോഗിക്കാം, ടെലിഫോട്ടോ ഉപയോഗിക്കണമെങ്കിൽ ടെലിഫോട്ടോ ഉപയോഗിക്കാം. ഇതെന്ന് പറയുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ പുറകില്ല 50 MP മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാര്യത്തിലൊരു ഡിസപ്പോയിൻ്റ് ആണ് ഞാൻ. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റും ഇല്ല. കാരണം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. 6100 mAh ബാറ്ററിയാണ് വരുന്നത്. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. 100 വാട്ട്സിന്റെ ചാർജർ ഉണ്ട്. ബോക്സിൽ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ. മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. 0 to 100 നമുക്കൊരു 36 മിനിറ്റ് ഉണ്ടാവും. ഇനി കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ് ഒബിയസ്ലി. Wi-Fi 7 ആണ് വരുന്നത്. Bluetooth 5.3, NFC ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. അവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. USB Type-C 3.2 ഒക്കെ കൊടുക്കായിരുന്നു. ഇനി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12GB 256, 16GB 256, 16GB 512 ഈ വേരിയൻ്റൊക്കെയാണ് ചൈനയിൽ വന്നേക്കുന്നത്. സോ നമുക്കൊരു എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 45,000 to 55,000 ആ പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പക്ഷെ ക്യാമറ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാണുമ്പോൾ ഒരു മൾട്ടിമീഡിയ ഫോൺ, പിന്നെ പെർഫോമൻസും ഈ രണ്ടിനുമാണ് ശരിക്കും പറ്റിയത്. ക്യാമറ ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ നമുക്കൊരു പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യായിരുന്നു. 45 to 55K. ഇതൊരു 40 to 50യുടെ ഇടയിൽ നിൽക്കുവാണെങ്കിൽ അടിപൊളി പ്രൈസാണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഫോൺ ഏത് പ്രൈസ് റേഞ്ചിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.